ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് താഴെ തന്നെ വയലുണ്ട്. നമ്മൾ അവിടെ ഒന്ന് കാണിച്ചതനുസരിച്ചിട്ടാണ് നമുക്ക് അവിടേക്ക് പോവാം. നല്ല തണുപ്പാണ്. മദ്രസിലേക്കൊക്കെ പോകുമ്പോഴായിട്ട് വയലിൻ്റെ സ്ഥലം കൊണ്ട് നല്ല തണുപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ടാണ് ഇതാക്കിയിട്ടൊരു വയൽ വ്ളോഗ് എടുക്കുന്നത്. അപ്പം നമ്മൾ താഴോട്ട് പോവുകയാണ്. നല്ല ഇറക്കമൊക്കെ ഉണ്ട്. നമ്മൾ ചളിയായിട്ട് കിടക്കുകയാണ്. എന്താ വെച്ചാൽ മഴയൊക്കെ പെയ്തിട്ട് ഡിസംബറൊക്കെ ആകുമ്പോൾ നല്ല തണുപ്പുണ്ടാവും. പിന്നെ ചളിയായിട്ട് നടക്കാറൊന്നും പറ്റില്ല. പിന്നെ ഇവിടെ വീടിൻ്റെ അടുത്തൊക്കെയുള്ള ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ നല്ല പാടാണ് അക്കരയിലുള്ള. അപ്പം ഇത് ചളിയാവും അവരുടെ കാലിലൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ ഞാറ് നടാൻ വേണ്ടിയിട്ട് ആക്കി വെച്ചതാണ്. അവിടെ ഒരു മൂലക്കായിട്ട് ആക്കിയിട്ടുണ്ട്. നമുക്ക് അവിടെ ഒരു ഭാഗത്തായിട്ട് നല്ല ഫില്ലായിട്ട് നിൽക്കുകയാണ്. അപ്പം അവിടെ കാണാൻ അടിപൊളി വ്യൂ പോയിന്റ്. അത് കാരണമാണ് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം. എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. നല്ല രസമായിരിക്കും അത് കാണാനായിട്ട്. പറിച്ചിങ്ങനെ നടുമ്പോൾ എല്ലാം കൂടി ഫില്ലായ അടിപൊളിയായിരിക്കും. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാം. ഈ അരുവികൾ ചേർന്നിട്ടാണ് നമ്മുടെ തോട്ടിലേക്കൊക്കെ വെള്ളം എത്തുന്നത് തന്നെ. നല്ല മഴ മൂടുന്നുണ്ട്. ഇതാ അടിപൊളിയാണ് കേട്ടോ ഇവിടുത്തെ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ഇതാ അവിടേക്ക് പോവുകയാണ്. അവിടെ ഒരു തോടൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ കാണിച്ചു തരാം. അപ്പം മുമ്പോട്ട് പോവാം കേട്ടോ. നമ്മളെ തോട് ഇതിൽ ആദ്യമായിട്ടാണ് ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത്. നല്ല അപ്പം നമ്മളെ തോട് ഇങ്ങനെ ചളിയായിട്ട് കിടക്കുന്നു. ഈ വെള്ളമൊക്കെ ഉള്ളത് നമ്മൾ മഴയൊക്കെ പെയ്യുന്നത് കൊണ്ട് ഇപ്പം ഉണ്ടാവും. പിന്നെ അതാ നമ്മളെ തോട് വറ്റാറൊന്നുമില്ല. അങ്ങനെ നല്ല ഇതുണ്ട്. ഓരോ സ്ഥലത്തുനിന്ന് വന്ന് ആവുന്നതാണ്. ഒരു ചെറിയ അരുവിയിൽ നിന്നാണ് ഇത് വരുന്നത്. അങ്ങനെ ഇത് വന്ന് നമ്പിക്കൊല്ലി പുഴ വരെ ഇത് പോകുന്നുണ്ട്. നല്ല നെണ്ടും ഇതൊക്കെ ഉണ്ട് ഇവിടെ. ചിലപ്പോൾ ഇവിടെ നെണ്ടൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നെണ്ടുമുടിയിൽ മഴയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ നെണ്ടൊക്കെ ഉണ്ടാവും. നമുക്ക് നോക്കാം. പിന്നെ ഇതാ നല്ല രസമാണ് കേട്ടോ ഇവിടുത്തെ ഇതെന്ന് പറയുന്നത്. ഇങ്ങനെ തെളിച്ചല്ലാത്തത് എന്താണെന്ന് വെച്ചാൽ മഴയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് കുത്തി വരുന്നതാണ് വെള്ളം. ഇതാ നമ്മൾ പറഞ്ഞ പോലെ നെണ്ടുണ്ട് കേട്ടോ. ഞാൻ നോക്കിയപ്പോഴാണ് കാണുന്നത്. നമ്മളെ പേടിച്ചിട്ട് അനങ്ങാണ്ട് നിൽക്കുകയാണ്. നമുക്കിതാ നമ്മളെ വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. അടിപൊളിയായിട്ടാണ് ഇവിടെ നെല്ല് നട്ടിട്ടുള്ളത്. അപ്പം നമ്മളിതാ ഈ വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. അടിപൊളിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എനിക്കറിയില്ല. നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി. അടിപൊളിയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ നമ്മളെ നീറ്റിൽ ഗ്യാസിലൊക്കെ ഉള്ള പോലെ ഇത് തോന്നുന്നുണ്ട്. അടിച്ച് വിട്ട് എന്ന് നോക്കുമ്പോഴാണ് നമുക്കിത് നല്ല. അപ്പോൾ ഇതെന്താ മുഴുവൻ ഇടാത്തതൊന്നും അറിയില്ല. ഈ വലട്ടത് ഇത് നെല്ലിട്ടപ്പം കിളി കൊത്തി തിന്നാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും തോന്നുന്നു. ഇതിനിപ്പം ഇതായിരിക്കും എന്താ വെച്ചാൽ ഇത് ഫില്ലാവുന്നുണ്ട്. ഇതിന് ഇവർ ഞാറ് പറിച്ച് അവിടേക്കൊക്കെ ഇട്ട് നടുമ്പോൾ അടിപൊളിയായിരിക്കും. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളിയാണ്. നമ്മൾ മഴ കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ്. ഇതെന്താ അറിയില്ല, പകുതി ആക്കിയിട്ട് നട്ടത്. അത് ചിലപ്പം അവർക്കത് പറിച്ചിട്ട് അവിടേക്കൊക്കെ നടാനുള്ളത് കൊണ്ടായിരിക്കും. അപ്പോൾ അതിന് വരമ്പൊക്കെ ഇവിടെ ഇനി ഉണ്ടാക്കുമായിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ നെല്ല് എല്ലാ സ്ഥലത്തേക്കും പിരിച്ച് ഇതാക്കുമ്പോൾ നമ്മൾ ലോങ് വീഡിയോ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇത് നമ്മൾ ഇതെല്ലാം കൂടി അവിടേക്കൊക്കെ നടുമ്പോൾ പിന്നെ അതിൻ്റെ വീടെല്ലാം മറ്റേ കുഴി കഴിഞ്ഞ് പോകുമ്പോൾ നല്ല നെണ്ട് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കങ്ങനെ വയലിന് നെണ്ട് കിട്ടിയിട്ടുമില്ല. നമ്മളങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല. അന്ന് പണ്ടൊക്കെ നമ്മളെ വീട്ടിൻ്റെ താഴെയായിട്ട് വലിയൊരു നെണ്ട്. ഇനി നമ്മളെ തോട് നിങ്ങൾ കണ്ടല്ലോ. ഇത് പണ്ട് മറ്റേ നെറ്റൊക്കെ ഇട്ട് വെച്ചിരുന്നു. കഴിഞ്ഞ തവണ ഒരു ചാക്ക് പോലെ നെറ്റ് ഉള്ളത് അവിടെ ഇട്ടിട്ട് നമ്മളെ തോട്ടിൽ ഇട്ടപ്പം നല്ലൊരു അടങ്ങി പുല്ലൊക്കെ ഇതായിട്ട് വെട്ടിയിട്ട് നല്ല നേരെ നിന്നിരുന്നു. ഇപ്പം അത് പിന്നെ അതിലേറെ പുല്ല് വന്നിട്ട് അത് പിന്നെ അതേപോലെ ആയി. പക്ഷേ പിന്നെ ഇപ്പോഴും കുറച്ച് ചെറിയ ഭാഗം നീളം കൂട്ടാനൊക്കെ നോക്കി. പിന്നെ ആരൊക്കെ വന്നിട്ട് കല്ലൊക്കെ നിരത്തി കുത്തിയൊലിപ്പ് പോലെയൊക്കെ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് വീതിയൊക്കെ കൂടി. പക്ഷേ വെള്ളമൊക്കെ ഉണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.